Yes. Okay. Good afternoon. All of you take your textbook, page number 58. അല്ലേ 13ാമത്തെ ലെസണാണ് നമ്മൾ പഠിക്കുന്നത്. 13th ലെസൺ. ഓക്കെ, പരുന്ത്. നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പാടിയല്ലേ മക്കളെ അത് ക്ലാസ്സിൽ, റെഗുലർ ക്ലാസ്സിൽ വന്നവർ? ഓൺലൈൻ ക്ലാസ്സിന്റെ കുട്ടിയൊക്കെ അത് അറിയായിരിക്കില്ല. Good morning, Miss. ഓക്കെ, Good afternoon, Miss. ഓക്കെ, പരുന്ത് എന്നാണ് ലെസൺ. എടുത്തു എല്ലാവരും? Good afternoon, Miss. ഗുഡ് ആഫ്റ്റർനൂൺ. Okay, page number 58. നമുക്കൊന്നത് പാടി നോക്കാം. വെൺമേഘജാലങ്ങൾക്കപ്പുറത്ത് ആകാശനൗകയെ പോലെയെന്നും അമ്പരം ചുറ്റിപ്പറന്നിടുന്ന ചക്കിപ്പരുന്തൊരു കേമനാണേ. കണ്ണുകൾ, ചുണ്ടുകൾ, കാൽനഖങ്ങൾ കണ്ടെന്നാലാരും ഭയന്നു പോകും. ഏതിലും മീതെ പറന്നിടാനാണേറെ കൊതിക്കുന്നതെന്നുമെന്നും. ഏറിയ നേരം പറന്നെന്നാലും യേശില്ല ക്ഷീണമവന് തെല്ലും. ഊഴി തന്നാഴത്തിലുറ്റുനോക്കി ആഴിപ്പരപ്പിലുമെത്തിടുന്നു. വഞ്ചിയിലുള്ളൊരു മീനുകളെ തഞ്ചത്തിൽ റാഞ്ചിപ്പറന്നിടുന്നു. ചുറ്റിപ്പറക്കുന്ന പക്ഷിരാജൻ ഏറെ അകലെയാണെന്നാകിലും കുഞ്ഞുങ്ങളോടി ഒളിക്കും വേഗം തള്ളച്ചിറകിനടിയിലായി. അപ്പൊ പരുന്ത്, പരുന്ത് എന്നാണ് നമ്മുടെ ലെസന്റെ നെയിം അല്ലേ? നിങ്ങൾക്കറിയാലോ, പരുന്തിനെ അറിയാലോ എല്ലാവർക്കും ഇല്ലേ? പരുന്തിനെ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? ഏറ്റവും മുകളിൽ ആകാശത്തിലെ അത്ര ഉയരത്തില് പറക്കുന്ന ആളാണ് ആര്? പരുന്ത്. എന്നാലോ എങ്ങനെയായിരിക്കും? ഏതിലും ഏതേ പറന്നാലും അവരുടെ കണ്ണെങ്ങോട്ടായിരിക്കും? താഴേക്കെടെങ്കിലും കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടോന്നായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ഏതെങ്കിലും ആഴിപ്പരപ്പില് കുഞ്ഞു മീനുകൾ എവിടെയെങ്കിലും ഉണ്ടോ എന്നൊക്കെ ആയിരിക്കും നോട്ടം അല്ലേ? അപ്പോ പരുന്തിനെ പറ്റിയാണ് പറയുന്നത് അല്ലേ? അതിന്റെ കുറച്ച് പ്രത്യേകതകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടി അത് പാടാം. വെൺമേഘജാലങ്ങൾക്കപ്പുറത്ത് ആകാശനൗകയെ പോലെയെന്നും അമ്പരം ചുറ്റിപ്പറന്നിടുന്ന ചക്കിപ്പരുന്തൊരു കേമനാണേ. കണ്ണുകൾ, ചുണ്ടുകൾ, കാൽനഖങ്ങൾ കണ്ടെന്നാലാരും ഭയന്നു പോകും. ഏതിലും മീതെ പറന്നിടാനാണേറെ ഏറെ കൊതിക്കുന്നതെന്നുമെന്നും. ഏതിലും മീതെ പറന്നിടാനാണേറെ കൊതിക്കുന്നതെന്നുമെന്നും. ഏറിയ നേരം പറന്നെന്നാലും യേശില്ല ക്ഷീണമവന് തെല്ലും. ഊഴി തന്നാഴത്തിലുറ്റുനോക്കി ആഴിപ്പരപ്പിലുമെത്തിടുന്നു. വഞ്ചിയിലുള്ളൊരു മീനുകളെ തഞ്ചത്തിൽ റാഞ്ചിപ്പറന്നിടുന്നു. ചുറ്റിപ്പറക്കുന്ന പക്ഷിരാജൻ ഏറെ അകലെയാണെന്നാകിലും കുഞ്ഞുങ്ങളോടി ഒളിക്കും വേഗം തള്ളച്ചിറകിനടിയിലായി. എന്താ പറഞ്ഞ പരുന്തിനെ പറ്റി? വെൺമേഘജാലങ്ങൾക്കപ്പുറത്ത് ആകാശനൗകയെ പോലെയെന്നും അമ്പരം ചുറ്റിപ്പറന്നിടുന്ന ചക്കിപ്പരുന്തൊരു കേമനാണ് എന്നാണ് ആദ്യം പറയുന്നത് 4 ലൈൻസിൽ അല്ലേ? എന്താ പറഞ്ഞേ? എന്തൊക്കെയാ പറഞ്ഞ മക്കളെ? എന്താ അമ്പരം എന്ന് പറഞ്ഞ മീനിങ്? അമ്പരം, 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 അമ്പരത്തിന് ആകാശം എന്നാണ് കേട്ടോ. അമ്പരം
ഇല്ല. ഉണ്ട്. ആകാശം എന്നാണ് അർത്ഥം. അമ്പരത്തിന് വേറെ മീനിങ് കൂടി ഉണ്ട് കേട്ടോ. വസ്ത്രം എന്നൊരു അർത്ഥത്തിലും കൂടി ഉണ്ട്, ഉപയോഗിക്കാറുണ്ട്. ഇവിടെ ആകാശം എന്നാണ്. അപ്പൊ അമ്പരം ചുറ്റിപ്പറക്കുന്ന ആര്? ചക്കിപ്പരുന്ത് കേമനാണ് എന്നാ പറഞ്ഞത്. എങ്ങനെ? ആകാശനൗക. ആകാശനൗക എന്താ മീനിങ്? ആകാശനൗക. All of you mark your attendance. ആകാശനൗക എന്ന് പറഞ്ഞാൽ വിമാനം അല്ലെ, എയ്റോപ്ലെയിൻ ആണ്. അപ്പോ വെൺമേഘജാലങ്ങൾക്കപ്പുറത്ത് ആകാശനൗകയെ പോലെ എന്നും വിമാനത്തിനെ പോലെ എന്ത്? അമ്പരം ചുറ്റിപ്പറക്കുന്ന. ആരാ അമ്പരം ചുറ്റല്? വിമാനമാണ്. ഏതിലേ പോന്നേ? ആകാശത്തിലേക്കൂടെ അല്ലെ. അപ്പൊ അമ്പരം ചുറ്റിപ്പറന്നിരുന്ന ചക്കിപ്പരുന്ന് കേമനാണ് അല്ലെ. അപ്പൊ ആകാശത്തിലേക്കൂടെ പോകുന്ന ആളാണ്, അത്രയും ഉയരത്തിലേക്കൂടെ പറന്നു പോകുന്ന ആളാണ് ആര്? പരുന്ത് അല്ലെ. അതുകൊണ്ടാണ് കേമനാണ് എന്ന് പറഞ്ഞത്. ചക്കിപ്പരുന്തൊരു കേമനാണ്. അപ്പൊ പരുന്തുകൾ വിവിധ ഇനമുണ്ട് കേട്ടോ. ചക്കിപ്പരുന്ത്, വേറെന്തൊക്കെയോ പരുന്തിന്റെ പേരുകളുണ്ട്, ഒരുപാടുണ്ട്. പറയുന്നുണ്ട്, നോക്കട്ടെ മോസേ. ചെമ്പരുന്ത്, ചക്കിപ്പരുന്ത്, പുള്ളിപ്പരുന്ത്, കൃഷ്ണപ്പരുന്ത് എന്നിങ്ങനെ ഒരുപാട് ഇനം പരുന്തുകളുണ്ട്. അതിൽ ചക്കിപ്പരുന്തിനെ പറ്റിയാണ് നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ചക്കിപ്പരുന്ത് കേമനാണെന്ന് അല്ലെ. അപ്പോ പ്രകൃതി എന്ന് പറയുന്ന മനുഷ്യരും മൃഗങ്ങളും ഒക്കെ അടങ്ങിയതാണ് അല്ലെ. അതില് നമ്മളിപ്പോ ഒരു പക്ഷികളെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. പക്ഷിനെ ഏറ്റവും വലിയൊരു നല്ല എന്താണ് പക്ഷിരാജനായ ഏത് പരുന്തിനെ പറ്റിയാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിൽ ചക്കിപ്പരുന്തിനെ പറ്റി പറഞ്ഞു. വിവിധ ഇനം പരുന്തുകളുണ്ട്. ചെമ്പരുന്ത്, ചക്കിപ്പരുന്ത്, പിന്നെന്താ പറഞ്ഞേ? പുള്ളിപ്പരുന്ത്, കൃഷ്ണപ്പരുന്ത് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ. പിന്നെന്താ പറഞ്ഞേ? കണ്ണുകൾ, ചുണ്ടുകൾ, കാൽ നഖങ്ങൾ കണ്ടെന്നാൽ ആരും ഭയന്നു പോകും. കണ്ണുകളും പിന്നെ ചുണ്ടുകള്, കാലിന്റെ നഖങ്ങള്, ഇതൊക്കെ കണ്ടാൽ എങ്ങനെയാ? ആരും കണ്ടെന്നാൽ ആരും ഭയന്നു. ആരും ഇതിനെ കാണുമ്പോൾ ഭയന്നു പോകുന്ന തരത്തിലാണ് കണ്ണുകളും ചുണ്ടുകളും കാലിന്റെ നഖങ്ങളൊക്കെ ഉള്ളത് അല്ലേ. കൂർത്ത ഇത് നഖങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാനെയും പിടിക്കുന്നത്. ഓക്കെ. ഏതിലും മീതെ പറന്നിടാനാണ് ഏറെ കൊതിക്കുന്നതെന്നുമെന്നും. അപ്പോ പരുന്ത് എന്താണ് ആഗ്രഹിക്കുന്നത്? ഏറ്റവും മീതെ പറന്നു പോകാനാണ് പരുന്ത് ആഗ്രഹിക്കുന്നത് അല്ലെ. ഏതിലും മീതെ പറക്കാനാണ് ആര്? പരുന്ത് ആഗ്രഹിക്കുന്നത്. പിന്നെന്താ പറഞ്ഞേ? ഏറിയ നേരം പറന്നെന്നാലും. ഏറിയ നേരം എന്ന് പറഞ്ഞാൽ എന്താ? ഏറിയ എന്താ മീനിങ്? ഏറിയ അവിടെ എല്ലാറ്റിനും ഉണ്ട് കേട്ടോ മക്കളെ, പുറകിലുണ്ടാവും. ഏറിയ അധികം എന്നതാണ് കേട്ടോ. ഏറിയ ഏറിയ നേരം പറന്നാലും ആർക്ക് ക്ഷീണം അനുഭവപ്പെടുന്നില്ല? പരുന്ത്, പക്ഷിരാജനായ പരുന്തിന് ക്ഷീണം അനുഭവപ്പെടുന്നില്ല അല്ലെ. അപ്പോ ജീവിതത്തില് ഉയരങ്ങൾ കീഴടക്കാനാണ്, ഉയരങ്ങളിൽ എത്താനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലെ. ജീവിതത്തിൽ നമ്മൾ ഉയരങ്ങളിലേക്ക് എത്താനല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങളൊക്കെ പഠിക്കുന്ന എന്തിനാ? വലിയ വലിയ ഉയരങ്ങളിലെത്തി വലിയ എന്താണ് പിന്നെ കുട്ടി? ബിന്നയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? കൈ പൊക്കുന്നുണ്ടോ? ഇല്ലേ? ഓക്കെ. ഒന്നുമില്ലടാ. പറഞ്ഞോ പറഞ്ഞോ. മേലോട്ട് പോകാൻ ഇഷ്ടമുണ്ടെന്ന്. മനസ്സിലായില്ല. മേലോട്ട് പോകാൻ ഇഷ്ടമുണ്ടെന്ന്. ഉയരങ്ങളിലേക്ക് പോകാനാണ് ഇഷ്ടപ്പെടുന്നത് അല്ലേ. അത് എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുന്നത് അല്ലേ. ജീവിതത്തില് ഉയരങ്ങളിൽ എത്താനാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പോ വിമാനങ്ങളെ പോലെ മേഘക്കൂട്ടങ്ങൾക്ക് അപ്പുറത്തു കൂടി പറക്കുന്ന കേമനായ പരുന്ത് എന്താ ചെയ്യുന്നത്? ഏതിലും മീതെ പറക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അല്ലേ. എല്ലാവരെ പോലെ തന്നെയാണ് അവരും ആഗ്രഹിക്കുന്നത്, അവനും ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പൊ എന്ത്? വിമാനങ്ങളെ പോലെ മേഘക്കൂട്ടങ്ങളിൽ. പറഞ്ഞോ, എന്താണ് ഇഫ്ര? ഞാൻ പറയട്ടെ.
ആയിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം, അതിന്റെ മീനിങ് മുഴുവൻ പറഞ്ഞിട്ട് തരാം കേട്ടോ. അപ്പോ ഏതിലും മീതെ പറക്കാനാണ് പരുന്ത് ഇഷ്ടപ്പെടുന്നത്. അപ്പോ പിന്നെ എങ്ങനെയാ? വിടർന്ന ഉരുണ്ട കണ്ണുകളും പിന്നെയോ ഏതും കൊത്തിവലിക്കാൻ കരുത്തുള്ള മൂർച്ചയേറിയ കൊക്കും തന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളാണ് അല്ലേ. അപ്പൊ എത്രയോ ഇരട്ടി വലിപ്പമുള്ള ഇരകളെ വാഞ്ചി എടുത്തിട്ട് പറക്കാൻ കഴിയുന്ന കാൽ നഖങ്ങളും എല്ലാം കൂടെ ആരെയും ഭയപ്പെടുത്തുന്നതാണ് അല്ലേ. വിടർന്ന ഉരുണ്ട കണ്ണുകള്, പിന്നെയോ എന്തും കൊത്തി വലിക്കാൻ പാകത്തിലുള്ള കരുത്തുള്ള മൂർച്ചയേറിയ കൊക്കുണ്ട്, പിന്നെയോ തന്റെ ശരീരഭാഗത്തിന്റെ ഭാരത്തിന്റെ എത്രയോ ഇരട്ടി വലിപ്പമുള്ള ഇരകളെ റാഞ്ചിയെടുത്ത് പറക്കാൻ കഴിയുന്ന കാൽ നഖങ്ങളും ഉണ്ട് അല്ലേ പരുന്തിന്. അതുകൊണ്ടാണ് എല്ലാ ജീവിയും കൊത്തി കൊത്തി കൊണ്ടുപോകുന്നത് അല്ലെ. പരുന്ത് മുകളിലേ പോകുന്നതിന് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ അതിന്റെ അമ്മയുടെ തള്ളയുടെ ചിറകിന്റെ അടിയിലേക്ക് കൂടും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് പേടിച്ചിട്ടാണ് പരുന്തിനെ. അപ്പൊ പരുന്ത് പറക്കുമ്പോ ഈറ്റിങ്ങ എന്ത് ചെയ്യും? പേടിച്ചിട്ട് കുഞ്ഞുങ്ങളെല്ലാം അമ്മ ഒതുക്കി ഇരുത്തും അല്ലെ തളയുടെ ചിറകിന്റെ അടിയിലേക്ക് അല്ലെ. നിങ്ങൾ നോക്കിയിട്ടുണ്ടോ അമ്മ? അറിയില്ല. ഓക്കെ ഉണ്ട് അല്ലേ. ഓക്കെ. പിന്നെന്താ പറഞ്ഞേ? ആകാശത്ത് പൊട്ടുപോലെ എന്ന് പറന്ന് നടക്കുമ്പോഴും പരുന്ത് എന്ത് ചെയ്യും? ഭൂമിയില് ഊഴിപ്പരപ്പില് താഴെ, അതാ പറഞ്ഞത്, അതിന്റെ ഇരയെ തിരഞ്ഞുകൊണ്ടിരിക്കും അല്ലേ. അതാണ് അടുത്ത ലൈനിലെ കൂടെ പറയുന്നത്. അപ്പൊ നോക്കാം. ഏറിയ നേരം പറന്നെന്നാലും യേശില്ല ക്ഷീണം അവന് തെല്ലും. ഒറ്റ ലേശം കുറച്ചു പോലും തെല്ലും ഒട്ടും ക്ഷീണം ആർക്ക്? പരുന്തിന് അനുഭവപ്പെടില്ല. ഏറിയ നേരം, അധിക നേരം, വർദ്ധിച്ച നേരം പറന്നാലും, കുറേ സമയം പറന്നാലും അതിന് ക്ഷീണം അനുഭവപ്പെടില്ല. യേശില്ല. യേശുക എന്താ യേശുക അർത്ഥം മക്കളെ? യേശുക ഏൽക്കുക അല്ലെ. ഏൽക്കൂല അല്ലെ. ക്ഷീണം ഊഴി എന്താർത്ഥം? അടുത്ത ഊഴി തന്നെ ആഴത്തിൽ ഉറ്റുനോക്കി. ഭൂമിയിലേക്ക് ഉറ്റുനോക്കിയിട്ട് എന്ത് ചെയ്യും? ഊഴി തന്നെ ആഴത്തിൽ ഉറ്റുനോക്കി ആഴിപ്പരപ്പിലും എത്തിയിടുന്നു. എന്താ ആഴി? ഊഴി ഭൂമി, ആഴി സമുദ്രം. ആഴി സമുദ്രം, ഊഴി ഭൂമി. ഓക്കെ. അപ്പൊ ഊഴി തന്നെ ആഴത്തിൽ ഉറ്റുന്നു. ഊഴി ആഴത്തിലാണ് അല്ലെ. ഭൂമി താഴെയല്ലേ ഉണ്ടാവില്ലോ. ഏത്? ആകാശം മുകളിലേ കൂടിയല്ലേ. ആകാശത്തിലേ കൂടിയാണ് ആര് പറക്കുന്നത്? പരുന്ത്. അപ്പൊ താഴേക്ക്, അതാ പറഞ്ഞേ, ഊഴി തന്നെ ആഴത്തിൽ ഉറ്റുനോക്കി ആഴിപ്പരപ്പിലും എത്തിയിടുന്നു. സമുദ്രത്തിന്റെ അടിയിലേക്ക് കൂടി എത്തിയിടുന്നു അല്ലേ. പിന്നെയോ വഞ്ചിയിലുള്ളൊരു മീനുകളെ തഞ്ചത്തിൽ റാഞ്ചി പറന്നിടുന്നു. വഞ്ചിയിലുള്ള മീനുകളെ എന്ത് ചെയ്യും? തഞ്ചത്തിൽ. എന്താ തഞ്ചം? തക്കം പാർത്തിട്ടല്ലേ, സൂത്രത്തില്. തഞ്ചത്തിൽ റാഞ്ചി പറന്നിടുന്നു അല്ലെ. റാഞ്ചി എടുത്തിട്ട് ഒറ്റ പറക്കല് പറക്കും. തഞ്ചത്തില്, സൂത്രത്തിൽ, അല്ലെങ്കിൽ തക്കം പാർത്ത് എന്നൊക്കെയാണ് അർത്ഥം. തക്കം അല്ലേ. പിന്നെന്താ പറയുന്നത്? ചുറ്റിപ്പറക്കുന്ന പക്ഷിരാജൻ ഏറെ അകലെയാണെന്നാകിലും. ചുറ്റിപ്പറക്കുന്ന പക്ഷിരാജൻ എന്ത് ചെയ്യും? ഏറെ അകലാണെന്നാകിലും കുഞ്ഞുങ്ങളോടി ഒളിക്കും വേഗം തള്ളച്ചിറകിനടിയിലായി. അപ്പൊ ഏറെ അകലെ, ആകാശത്തിലെ കൂടിയാണ് ആര്? പരുന്ത് പോകുന്ന അത്രയും മുകളിലേ കൂടിയാ പോകുന്നത്. എന്നാലും എന്ത് ചെയ്യും? കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? കോഴിക്കുഞ്ഞുങ്ങള് ഓടി ഒളിക്കും. എവിടെ? തള്ളച്ചിറകിന്റെ അടിയിലായിട്ട് അല്ലെ. പരുന്തിനെ കാണുമ്പോ പേടിച്ചിട്ട് എന്ത് ചെയ്യും? ഓടി ഒളിക്കും അല്ലെ. ഹൈറ്റിലേ കൂടിയാണ് പരുന്ത് പോകുന്നെങ്കിലും കോഴിക്കുഞ്ഞുങ്ങൾക്ക് എന്താവും? പേടിയാവും അല്ലെ. എന്തുകൊണ്ടാ? ഇത് റാഞ്ചി കൊണ്ടുപോകും. പിന്നെന്താ? കൂർത്ത നഖങ്ങളുണ്ട് അല്ലെ. ഇതൊക്കെ കാണുമ്പം തന്നെ എന്ത് ചെയ്യും? കോഴിക്കുഞ്ഞുങ്ങള് പേടിച്ചിട്ട് ഒളിക്കും. അതാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞേ? പിന്നെ ആകാശത്ത് പൊട്ടുപോലെ പുറന്നു നടക്കുമ്പോഴും പരുന്ത് ഭൂമിയിൽ അതിന്റെ ഇരയെ
തിരഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെ. നിമിഷ നേരം കൊണ്ട് എന്ത് ചെയ്യും, ഊളിയിട്ട് ഇരയെ റാഞ്ചി എടുത്തിട്ട് എന്ത് ചെയ്യും, പറന്നുയരുന്ന കരുത്തുണ്ട് ആർക്ക്, പരുന്തിന് അല്ലെ. എന്നാലും എന്ത് ചെയ്യും, ഏറിയ നേരം പറന്നാലും ആർക്ക്, പരുന്തിന് ക്ഷീണമൊട്ടും ലെവലേശം പോലും അനുഭവപ്പെടുന്നില്ല. പിന്നെന്ത് ചെയ്യും, ഈ കടൽ തീരത്തൊക്കെ പോകുമ്പോ നിങ്ങൾ പരുന്തുകൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്ന കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഉണ്ടാവാറുണ്ടല്ലേ? ആ ഓക്കെ. അപ്പോ അതേപോലെ എന്ത് ചെയ്യും, ഊഴി തന്നെ നോക്കി ആഴിപ്പരപ്പിലും എത്തുന്നു. ഊഴി ഭൂമി, ആഴി സമുദ്രം. അപ്പോ ആഴിപ്പരപ്പിലും എത്തിടും അല്ലെ. അത്രയും ഹൈറ്റിലേ പോകുമ്പോൾ താഴേക്കായിരിക്കും നോട്ടം. തന്റെ ഇരയെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവരെ റാഞ്ചി എടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി അല്ലേ. പിന്നെന്താ പറഞ്ഞേ, അതാ പറഞ്ഞ അടുത്തത്, വഞ്ചിയിലുള്ളൊരു മീനുകളെ തഞ്ചത്തിൽ റാഞ്ചി പറഞ്ഞിരുന്നു. തഞ്ചത്തിൽ തക്കം അല്ലെങ്കിൽ സൂത്രം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോ വഞ്ചിയിലുള്ള മീനുകളെയൊക്കെ എന്ത് ചെയ്യും, സൂത്രത്തില് തട്ടിയെടുത്ത് കൊണ്ടുപോകും, റാഞ്ചിയിട്ട് പറക്കും. പിന്നെ ചുറ്റിപ്പറക്കുന്ന പക്ഷിരാജൻ ഏറെ അകലെയാണെന്നാകിലും കുഞ്ഞുങ്ങളോടി ഒളിക്കും വേഗം തള്ളച്ചിറകിന്നടിയിലായി. അത്രയാണ് പറഞ്ഞത്. പിന്നെ അടുത്തെന്താ പറഞ്ഞേ, അതിലെ മീനിങ് ഇനി ഏതാ പറയാനുള്ള മക്കളെ? വെൺമേഘജാലങ്ങൾക്കപ്പുറത്ത്, മേഘജാലങ്ങൾക്കൊക്കെ അപ്പുറത്ത് ആകാശനൗക. ആകാശനൗക എന്താ അർത്ഥം? വിമാനം. വിമാനത്തിനെ പോലെ എന്നും അമ്പരം ആകാശം, അമ്പരം ചുറ്റി പറക്കുന്ന ചക്കിപ്പരുന്ന്. കേമൻ, കേമനാണേ. കേമൻ എന്താ അർത്ഥം? മിടുക്കൻ അല്ലെ. കേമൻ മിടുക്കൻ. കണ്ണുകൾ, ചുണ്ടുകൾ, കാൽ നഖങ്ങൾ കണ്ടെന്നാൽ ആരും ഭയന്നു പോകും. ഓക്കെ. ഏതിലും മീതെ പറന്നിടാൻ ആണ് ഏറെ കൊതിക്കുന്നത് എന്നുമെന്നും. ഏറിയ നേരം പറന്നെന്നാലും ഏശില്ല ക്ഷീണം അവന് തെല്ലും. ഒന്നുകൂടി വായിക്കാം, അത്ര വരെ ശ്രദ്ധിക്കുക. നിങ്ങളെ വായിപ്പിക്കുവേ, അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. വെൺമേഘജാലങ്ങൾക്കപ്പുറത്ത് ആകാശനൗകയെ പോലെയെന്നും അമ്പരം ചുറ്റി പറന്നിടുന്ന പരുന്തൊരു കേമനാണ്. കണ്ണുകൾ, ചുണ്ടുകൾ, കാൽ നഖങ്ങൾ കണ്ടെന്നാലാരും ഭയന്നു പോകും. ഏതിലും മീതെ പറന്നിടാനാണേറെ കൊതിക്കുന്നതെന്നുമെന്നും. ഏറിയ നേരം പറന്നെന്നാലും ഏശില്ല ക്ഷീണം അവന് തെല്ലും. ഊഴി തന്നാഴത്തിലുറ്റുനോക്കി ആഴിപ്പരപ്പിലും എത്തിടുന്നു. വഞ്ചിയിലുള്ളൊരു മീനുകളെ തഞ്ചത്തിൽ റാഞ്ചി പറന്നിടുന്നു. ചുറ്റിപ്പറക്കുന്ന പക്ഷിരാജൻ ഏറെ അകലെയാണെന്നാകിലും കുഞ്ഞുങ്ങളോടി ഒളിക്കും വേഗം തള്ളച്ചിറകിന്നടിയിലായി. ഓക്കെ, മനസ്സിലായോ മക്കളെ? അപ്പോ എന്താ പറയുന്നത് ഇതില്? ജീവിതത്തില് ഉയരങ്ങൾ കീഴടക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത് അല്ലെ. അതേപോലെ തന്നെ പരുന്തു എന്താ ചെയ്യുന്നത്? ഏറ്റവും ഉയരങ്ങളിലേക്ക് പറന്നു പോകാൻ തന്നെയാണ് ശ്രമിക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ ഇതിനെന്താ മനസ്സിലാക്കേണ്ടത്? എല്ലാവരും ജീവിതത്തില് ഉയരങ്ങളിലേക്ക് എത്താൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അല്ലെ. ആ ഓക്കെ, നിങ്ങളും അങ്ങനെയല്ലേ? അപ്പൊ ഉയരങ്ങൾ കീഴടക്കുവാണ് വേണ്ടതല്ലേ. എല്ലാവരും നന്നായി പഠിച്ച് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് ഉയരങ്ങളിലേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുക അല്ലേ. ഓക്കെ, വായിക്കാൻ മനസ്സിലായോ മക്കളെ? നേരത്തെ വായിക്കാന്ന് പറഞ്ഞ ആളൊക്കെ എഴുതിയില്ലേ? ഇഫ്ര നേരത്തെ പറയുന്നുണ്ട് എന്നോട് വായിക്കാൻ. ആ ശ്രദ്ധിക്കണേ, കുറച്ച് വായിച്ചിട്ട് ഞാൻ അടുത്ത ആളോട് പറയാം, അപ്പൊ ശ്രദ്ധിച്ചിരിക്കണേ. മുഹമ്മദ് റാസി ഒന്ന് വീഡിയോ ഓൺ ചെയ്തേടാ, കൊറേ ദിവസമായല്ലോ കണ്ടിട്ട്. ആകാശനൗകയെ പോലെയെന്നും അമ്പരം പറന്നിടുന്ന ചക്കിപ്പരുന്തൊരു കേമനാണ്. കണ്ണുകൾ, ചുണ്ടുകൾ, കലകങ്ങൾ കണ്ടെന്നാലാരും ഭയന്നു പോകും. ഏതിലും മീതെ പറന്നിടാനാണ് നേരെ കൊതിക്കുന്ന
തന്നാഴത്തിലുറ്റു നോക്കി ആഴിപ്പരപ്പിലുമെത്തിടുന്നു വഞ്ചിയിലുള്ളൊരു മീനുകളെ തഞ്ചത്തിൽ റാഞ്ചിപ്പറന്നിടുന്നു ചുറ്റിപ്പറക്കുന്ന പക്ഷിരാജൻ ഏറെ അകലെയാണെന്നാകിലും കുഞ്ഞുങ്ങൾ ഓടിയൊളിക്കും വേഗം തള്ളച്ചിറകിനടിയിലായി. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? അപ്പൊ എന്തുകൊണ്ടാണ് ഈ പരുന്തിനെ പക്ഷിരാജനായിട്ട് കരുതപ്പെടുന്നത് നിങ്ങൾക്ക് അറിയോ? എന്തുകൊണ്ടാ പരുന്തിനെ പക്ഷിരാജൻ എന്ന് പറയുന്നത്? പക്ഷികളുടെ രാജനായിട്ട് പറക്കുന്നുണ്ട്. ഏറ്റവും മുകളിൽ പറക്കും. പിന്നെയോ അതിന്റെ ആകാരം, ഗാംഭീര്യം, ബലം, കാഴ്ചശക്തി തുടങ്ങിയ പ്രത്യേകതകളൊക്കെ ഉണ്ട് അല്ലേ? ആകാരം എന്ന് പറഞ്ഞാൽ വലിയ ശരീരപ്രകൃതി. പിന്നെയോ ഗാംഭീര്യം അല്ലേ? പ്രത്യേകത ഒരു ഗാംഭീര്യം ഉണ്ട്. പിന്നെയോ ബലമുണ്ട്, ശക്തിയുണ്ട്. പിന്നെന്താ? കാഴ്ചശക്തി, ഉയരത്തിൽ നിന്ന് താഴേക്ക് കാണാനുള്ള കാഴ്ചശക്തിയുമുണ്ട്. അതെല്ലാം കൊണ്ടാണ് പക്ഷികളുടെ രാജനായിട്ട് പരിഗണിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? പറഞ്ഞ അതാരാ? ആൻസി രതീഷ്. ഓക്കെ, വായിച്ചു. വെൺമേഘജാലങ്ങൾ കപ്പുറത്തും ആകാശനൗകയെ പോലെ എന്നും അമ്പരം ചുറ്റിപ്പറക്കുന്ന ചക്കിപ്പരുന്തൊരു കേമനാണ്. കണ്ണുകൾ, ചുണ്ടുകൾ, കാൽനഖങ്ങൾ കണ്ടെന്നാൽ ആരും ഭയന്നു പോകും. ഏതിലും മീതെ നേരെ കൊതിക്കുന്നതെന്നുമെന്നും ഏറിയ നേരം പറന്നെന്നാലും ഏശില്ല ക്ഷീണം അവന് തെല്ലും. ഊഴി തന്നാഴത്തിലുറ്റു നോക്കി ആഴിപ്പരപ്പിലുമെത്തിടുന്നു വഞ്ചിയിലുള്ളൊരു മീനുകളെ തഞ്ചത്തിൽ റാഞ്ചിയെ പറന്നിടുന്നു ചുറ്റിപ്പറക്കുന്ന പക്ഷിരാജൻ ഏറിയ അകലെയാണെന്നാകിലും കുഞ്ഞുങ്ങൾ ഓടിയൊളിക്കും വേഗം തള്ളച്ചിറകിനടിയിലായി. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അടുത്തത് അമന്ന രാജേഷ്. ഓക്കെ, അമന്ന രാജേഷ്. വെൺമേഘജാലങ്ങൾക്കപ്പുറത്ത് ആകാശനൗകയെ പോലെ എന്നും അമ്പരം ചുറ്റിപ്പറന്നിടുന്ന ചക്കിപ്പരുന്തൊരു കേമനാണ്. കണ്ണുകൾ, ചുണ്ടുകൾ, കാൽനഖങ്ങൾ കണ്ടെന്നാൽ ആരും ഭയന്നു പോകും. ഏതിലും മീതെ പറന്നിടാനാ നേരെ കൊതിക്കുന്നതെന്നുമെന്നും ഏറിയ നേരം പറന്നെന്നാലും ഏശില്ല ക്ഷീണമാവെന്ന് അവന് തെല്ലും. ഊഴി തന്നാഴത്തിലുറ്റു നോക്കി ആഴിപ്പരപ്പിലുമെത്തിടുന്നു വഞ്ചിയിലുള്ളൊരു മീനുകളെ തഞ്ചത്തിൽ റാഞ്ചി പറന്നിടുന്നു ചുറ്റിപ്പറക്കുന്ന പക്ഷിരാജൻ ഏറെ അകലെയാണെന്നെങ്കിലും കുഞ്ഞുങ്ങളോടി ഒളിക്കും വേഗം തള്ളച്ചിറകിനടിയിലായി. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആരാ വായിക്കുന്നേ? ജുവൽ മരിയ. ഓക്കെ, ജുവൽ മരിയ. വെൺമേഘജാലങ്ങൾക്കപ്പുറത്ത് ആകാശനൗകയെ പോലെ എന്നും അമ്പരം ചുറ്റി പറന്നിടുന്ന ചക്കിപ്പരുന്തൊരു കേമനാണ്. കണ്ണുകൾ, ചുണ്ടുകൾ, കാൽനഖങ്ങൾ കണ്ടെന്നാലും ഭയന്നു പോകും. ഏതിലും മീതെ പറന്നിടാന് നേരെ കൊതിക്കുന്നതെന്നും ഏറിയ നേരം പറന്നെന്നാലും
ഏശില്ല ക്ഷീണമവന്ന് ചെല്ലും. ഊഴിത്തന്നാഹത്തിൽ ലുറ്റി നോക്കി ആഴിപ്പഴപ്പിലും എത്തിയിടുന്നു. വഞ്ചിയിലുള്ള ഒരു മീനുകളെ തഞ്ചത്തിൽ റാഞ്ചി പറന്നിടുന്നു. ചുറ്റിപ്പറക്കുന്ന പക്ഷിരാജൻ ഏറെയാണെങ്കിലും കുഞ്ഞുങ്ങളോടി ഒളിക്കും വേഗം തള്ളച്ചിറകിനടിയിലായി. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്. ഇനി ആർക്കും വായിക്കാൻ ആഗ്രഹമില്ലേ? അനിഹ മോഹൻ. ഓക്കെ, ബിന്യ പറയാ. അനിഹ മോഹൻ. അനിഹ, can you hear me? ഓക്കെ, വെൺമേഘജാലങ്ങൾക്കപ്പുറത്ത് ആകാശനൗകയെ പോലെയെന്നും അമ്പര ചുറ്റി പറന്നിടുന്ന ചക്കിപ്പരുന്തൊരു കേമനാണ്. കുഞ്ഞുങ്ങൾ കണ്ണുകൾ ചുണ്ടുകൾ കാനകങ്ങൾ കണ്ടെന്നാലാരും ഭയന്നു പോകും. പറന്നിടാന നേരെ കൊതിക്കുന്നതെന്നുമെന്നും ഏറിയ നേരം പറന്നെന്നാലും ഏശില ക്ഷീണമാവനു തെല്ലും. ഊഴി തന്നാഴത്തിലുറ്റുനോക്കി ആഴിപ്പരപ്പിലും എത്തിയിടുന്നു. വഞ്ചിയിലുള്ളൊരു മീനുകളെ തഞ്ചത്തിൽ റാഞ്ചി പറന്നിടുന്നു. ചുറ്റിപ്പറക്കുന്ന പക്ഷിരാജൻ ഏറെ അകലെയാണെങ്കിലും കുഞ്ഞുങ്ങളോടി ഒളിക്കും വേഗം തള്ളച്ചിറകിനടിയിലായി. വെരി ഗുഡ്. നെക്സ്റ്റ്, ബിന്യ ബിനോയ്. പരുന്ത് വെൺമേഘജാലങ്ങൾക്കപ്പുറത്ത് ആകാശനൗകയെ പോലെയെന്നും അമ്പരം ചുറ്റി പറന്നിടുന്ന ചക്കിപ്പരുന്ത് കേമനാണ്. കണ്ണുകൾ ചുണ്ടുകൾ കാൽനഖങ്ങൾ കണ്ടെന്നാലാരും ഭയന്നു പോകും. കണ്ടെന്നാലാരും ഭയന്നു പോകും. ഏതിലും മീതെ പറന്നിടാനാ ഏറെ കൊതിക്കുന്നതെന്നുമെന്നും. ഏറെ കൊതിക്കുന്ന എന്നുമെന്നും. ഏറിയ നേരം പറന്നെന്നാലും മേശയില്ല ക്ഷീണം അവന് തെല്ലും. ഊഴി തന്നാഴത്തിലുറ്റു നോക്കി ആഴിപ്പരപ്പിലും എത്തിയിടുന്നു. വഞ്ചിയിലുള്ള ഒരു മീനുകളെ തഞ്ചത്തിൽ റാഞ്ചി പറന്നിടുന്നു. ചന്തത്തിൽ റാഞ്ചി പറന്നിടുന്നു. ചുറ്റിപ്പറക്കുന്ന പക്ഷിരാജൻ ഏറെ അകലെയാണെങ്കിലും കുഞ്ഞുങ്ങളോടി ഒരുക്കും വേഗം തള്ളച്ചിറകിനടിയിലായി. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ്, ആരാ വായിക്കുന്നത്? നെക്സ്റ്റ് അടുത്ത ആരാ? ഓ, മുഹമ്മദ് സിനാനാണോ? വായിച്ചു. വെൺമേഘജാലങ്ങൾക്കപ്പുറത്ത് ആകാശനൗകയെ പോലെയെന്നും അമ്പര ചുറ്റിൽ പറന്നിടുന്നു. ചക്കിപ്പരുന്തൊരു കേമനാണ്. കണ്ണുകൾ ചുണ്ടുകൾ കാൽനഖങ്ങൾ
കണ്ടേ നാലാരും ഭയന്നു പോകും. ആരാരും ഭയന്നു പോകും. ഉം. ഏതിലും മീതെ പറന്ന് പറഞ്ഞിടാനാ ഉം. ഏ- ഏറെ ഏറെ കൊതിക്കുന്നതെന്നുമെന്നും എന്നും ഏറെ നേരം പറന്നാലും ഉം. ഏഷ്യ ക്ഷീണം അവനെ തെല്ലും ക്ഷീണമാവേനെ തെല്ലും ഊഴി തന്നഴത്തിലും നോക്കി ഉം. ഉറ്റുനോക്കി ആഴിപ്പരപ്പിലും എത്തിയിരുന്നു. ആഴത്തിടുന്നു. ഉം. വഞ്ചിയിലുള്ളൊരു മീനുകളെ ഉം. മീനുകളെ ഉം. തഞ്ചത്തിൽ റാഞ്ചി പറന്നിടുന്നു. പറന്നിടുന്നു. ചുറ്റിപ്പറക്കുന്ന പക്ഷിരാജൻ പക്ഷിരാജൻ ഉം. ഏറെ ഏറെ അകലെയാണെന്നാകിലും അകലെയാണ്. കുഞ്ഞുങ്ങളോടിയൊളിക്കും വേഗം കുഞ്ഞുങ്ങളോടി ഒളിക്കും വേഗം ഉം. തള്ളച്ചി ചിറകിനിടയിൽ ചിറകിനടിയിലായി. ഓക്കെ, വെരി ഗുഡ്. ഇവിടെ എന്താ റാസി, എന്താ പരിപാടി റാസി? സൈക്കിളിന്റെ മറ്റേ പിക്ചറൊക്കെ കാണിച്ചു തരുന്നുണ്ടായിരുന്നല്ലോ, ഏതോ പാടത്തിന്റെ. ഓക്കെ, നമ്മുടെ സമയം കഴിയാറായി മക്കളെ. അപ്പൊ ഈ ലെസൺ നല്ലതുപോലെ വായിക്കുക കേട്ടോ. നല്ലതുപോലെ വായിക്കുക. പരുന്തി എന്ന ഈ ലെസണ് ഇന്ന് വായിപ്പിക്കാത്തവരൊക്കെയാണ് അടുത്ത ക്ലാസ്സിൽ വായിപ്പിക്കുക കേട്ടോ. പിന്നെ കുറച്ച് അധികം മീനിങ് എഴുതാനുണ്ട്. ആകാശനൗക നമ്മൾ പറഞ്ഞു, വിമാനം, ആഴി സമുദ്രം, ഊഴി. എഴുതിയോ? മീനിങ് ഇപ്പുറത്തേക്ക് എഴുതിയോ നിങ്ങള്? ഓക്കെ, ടെക്സ്റ്റിൽ അത് എഴുതണം, നോട്ട്ബുക്കിലേക്കും എഴുതണം കേട്ടോ. അർത്ഥം ഇന്ന് എഴുതണം. അർത്ഥം എഴുതുക നിങ്ങൾക്ക്. ആകാശനൗക വിമാനം, ആഴി സമുദ്രം, ഊഴി ഭൂമി, യേശുക ഏൽക്കുക, അംബരം ആകാശം, കേമൻ മിടുക്കൻ. പിന്നെ നെക്സ്റ്റ് ഏതാ പറഞ്ഞേ? ജാലകം. ജാലകം ഞാൻ പറഞ്ഞില്ല അല്ലെ നേരത്തെ? ജാലം കൂട്ടാണ് കേട്ടോ. ജാലം കൂട്ടം. നെക്സ്റ്റ് തഞ്ചം തക്കം. തെല്ലും പോലെ ഒഴിച്ചൂല എന്ന് പറഞ്ഞിട്ട് തെല്ലും അല്പം പോലും കേട്ടോ. അടുത്ത വഞ്ചി. എന്താ വഞ്ചി? വഞ്ചി അറിയില്ലേ നിങ്ങക്ക്? തോണി. വഞ്ചി തോണി. വെൺമേഘം വെളുത്ത മേഘം. വെൺമേഘം വെളുത്ത മേഘം. റാഞ്ചി കൊണ്ടുപോകാറ് എന്താ? തട്ടിയെടുക്കുക. റാഞ്ചുക തട്ടിയെടുക്കുക. ഇതാണ് മീനിങ് ഉള്ളത്. അപ്പൊ നിങ്ങൾ ടെക്സ്റ്റിലേക്കും എടുത്തെഴുതണം മക്കള്, നോട്ട്ബുക്കിലേക്കും എടുത്തെഴുതണം അല്ലേ? കഴിഞ്ഞ പാഠം കംപ്ലീറ്റ് ആയതാണല്ലോ നമ്മുടെ. അപ്പൊ പരുന്തിന്റെ മീനിങ് ഇന്ന് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതണം. കൃത്യമായി എഴുതണം. അടുത്ത ക്ലാസ്സിൽ അതിന്റെ ഫോട്ടോ മിസ്സിന് സെൻഡ് ചെയ്ത് തരണം എഴുതിയതിന്റെ. ഓക്കെ, എല്ലാവരും എഴുതണം. ഒരു കുട്ടി പോലും എഴുതാതിരിക്കരുത് കേട്ടോ മക്കളെ. ഇന്ന് എല്ലാവരും നല്ല യൂണിഫോമിലൊക്കെ വന്നിട്ടുണ്ട്. നല്ല സുന്ദരന്മാരൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് അല്ലേ? ടെസക്കുട്ടിക്ക് പിന്നെ കിട്ടിയില്ല അല്ലേ മോളെ? ഓക്കെ. അപ്പൊ എല്ലാവരും ബിന്യക്കും കിട്ടിയില്ല അല്ലേ? ബിന്യ അവര് വന്നില്ല, അതുകൊണ്ടാണ് കിട്ടാതിരുന്നത്. ഓക്കെ, ബാക്കി എല്ലാവരും നല്ല സൂപ്പറായി ഇരിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, ബൈ, സീ യു. Thank you. Bye. See you. Thank you, miss. Bye. Thank you, miss. Thank you, miss. Thank you, miss. Welcome.